ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനൊരു യൂസ്ഡ് KTM RC390 BS3 ടൈപ്പ് വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ടയർ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്രാവശ്യത്തേത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക. എറണാകുളം എടപ്പള്ളിയിലുള്ള ഈ ഷോറൂം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ടയർ ഗൈസ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഷോറൂം. ഇത് അവരുടെ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ ഇന്ന് അവിടെ പോയതുകൊണ്ട് ആർക്കെങ്കിലും ഈ ഒരു ഷോപ്പ് എത്താനായിട്ട് ഉപകാരപ്പെടട്ടെ എന്നോർത്തിട്ട് ഞാൻ എഴുതിയത്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയിൽ കിടന്നിരുന്ന ടയറാണ്. അപ്പോൾ അതൊന്ന് റാപ്പ് ചെയ്ത് ഒന്ന് പാഴ്സലായിട്ട് കൊണ്ടുപോകണം. നമുക്ക് ബൈക്കിൽ തന്നെ അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബസ്സിൽ കൊടുത്തുവിടാനായിട്ട് ഒന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്പോളോ ആൽഫ H1 എന്ന് പറഞ്ഞ ടയറാണ് നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ശരിക്കും കമ്പനി റെക്കമെൻഡ് ചെയ്ത് കമ്പനി തരുന്നത് മെറ്റ്സ്ലർ എന്ന് പറയുന്ന ടയറാണ്. മെറ്റ്സ്ലർ ടയർ ഒരു 2 പെയർ വാങ്ങുമ്പോൾ 16,500 രൂപ വില വരും. അപ്പോൾ അതിന് പകരം പിർലി കമ്പനിയുടെ ടയറും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന BS4 KTM RC390യിൽ പിർലി ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. അന്ന് അതിന് 10,500 ഉള്ളായിരുന്നു വില. പക്ഷേ ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം ഇങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാം വില ഭയങ്കരമായിട്ട് കൂടി. അതിനും 16,500 വരും 2 പെയർ വാങ്ങുമ്പോൾ. ടയർ സൈസ് എന്ന് പറയുന്നത് 150 ആണ്. 150 17 ഇഞ്ച് അലോയ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പം അതിന് പകരം ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഇന്ത്യൻ റോഡുകൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. പക്ഷേ ഗ്രിപ്പ് ഒരിക്കലും ഈ മെറ്റ്സ്ലറിൻ്റെയോ പിർലിയുടെ ഗ്രിപ്പ് നമുക്ക് കിട്ടത്തില്ല. എങ്കിലും നോർമൽ ടയറുകളേക്കാൾ വളരെ ബെറ്റർ ആണെന്നാണ് ഈ അപ്പോളോയുടെ ഈ ആൽഫ H1 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് കേട്ടിരിക്കുന്നത്. അപ്പോൾ TVSൻ്റെയും പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് ടയർ, യൂസ്ഡ് ടയർ, അതിൽ നിന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ കൂടെ തന്നെ നമ്മൾ വീൽ ബാലൻസിങ് കൂടെ ചെയ്യുന്നുണ്ട്. എത്രയാണെങ്കിലും നമ്മുടെ റോഡുകളിൽ 2 വീലറിൻ്റെ ടയർ റൈറ്റ് ഹാൻഡ് സൈഡ് കുറച്ച് തേയും. അതിപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും അത് നമ്മുടെ റോഡിൻ്റെ ചരിവൊക്കെ വെച്ചിട്ട് അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ബാക്ക് ടയർ വീൽ ബാലൻസിങ് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടയറുകൾക്കും കൂടെ നമുക്ക് വരുന്ന വില 10,800 രൂപ വരും. പിന്നെ ബാലൻസിങ്ങിന് നമുക്കൊരു ടയറിന് 200 രൂപ വെച്ചിട്ടാണ് ആകുന്നത്. അവർ നമുക്ക് ഇപ്രാവശ്യം 2 ടയർ എടുത്തുകൊണ്ട് 150 വെച്ചിട്ട് ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ജീപ്പിലൊക്കെ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇതിലും നമ്മൾ അതൊരു സ്റ്റിക്കി ടൈപ്പ് ലെഡ് അതിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ടയർ ഗൈസ് എന്ന് പറയുന്നതിൻ്റെ ഷോപ്പ് ഇരിക്കുന്നത് അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. എടപ്പള്ളി നമ്മൾ പാലാരിവട്ടത്തു നിന്ന് എടപ്പള്ളി സിഗ്നലിലേക്ക് എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിനോട് ചേർന്ന് തന്നെ കിയ മോട്ടോഴ്സിൻ്റെയൊക്കെ ഷോറൂമുണ്ട്. അപ്പം സർവീസ് റോഡിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത്. പിർലിയുടെ വലിയൊരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ടയർ ഗൈസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. അത് അറിയാവുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ഏത് ടൈപ്പ് സൂപ്പർ ബൈക്കിൻ്റെയും ടയറുകൾ ഇവിടെ അവൈലബിൾ ആണ്. അവർ ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ തന്നെ അവരത് വരുത്തിച്ച് കൊടുക്കും, ഏത് സൈസിലുള്ളത്. ഇപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ 190 സൈസ് വരെയുള്ള ടയറുകൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പ്രീമിയം ടയറുകൾ പല ബ്രാൻഡുകളുണ്ട്. ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു നിഞ്ച ZX 10R എന്ന് പറയുന്നവരുണ്ടല്ലോ, ആ ഒരു മോഡലിന് ടയർ അവർ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സൂപ്പർ ബൈക്കുകൾ ഒരുപാടുണ്ടായിരുന്നു. ആഫ്രിക്കൻ ട്വിൻ, നമ്മുടെ ഹോണ്ടയുടെ ഒരു 1200cc വണ്ടി അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെയും ടയർ റീപ്ലേസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സൂപ്പർ ബൈക്കുകൾ അവിടെ വരുന്നതാണ്. അപ്പോൾ ആ ഷോറൂം ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുകയാണെങ്കിൽ പോയി അവിടെ നമുക്ക് നല്ല അതായത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള, അതായത് ടയറിൻ്റെ ഡേറ്റ് ഒന്നും ഒട്ടും പഴയതായിരിക്കില്ല, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടയർ നമുക്കവിടെ കിട്ടും. ടയറിൻ്റെ ഡേറ്റ്, അതായത് വീക്ക് നമ്പറും ഇയറും അതിൻ്റെ ഒരു സൈഡിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് ഞാൻ സൂം ചെയ്ത് വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. അത് അറിയാവുന്നതാണ് എല്ലാവർക്കും. എല്ലാ ടയറിൻ്റെയും സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകും.
അപ്പോൾ അത് നോക്കി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ടയർ തന്നെ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. അധികം ടൈമൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെയും ബാലൻസിങ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലൈൻമെൻറ്റ് ബൈക്കിന് ചിലരൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ കേസിൽ അങ്ങനെ വലിയ പ്രശ്നം തോന്നിച്ചിട്ടില്ല. പിന്നെ ഇത് പവറുള്ള ബൈക്ക് ആയതുകൊണ്ട്, പ്രത്യേകിച്ച് BS3 ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും KTM RCയുടെ ഏറ്റവും ഒരു പെർഫോമൻസ് വേരിയൻ്റാണ്. പിന്നീട് വന്ന വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും. എൻ്റെ കയ്യിലിരുന്ന BS4 ഒക്കെ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പിക്കപ്പ് കുറച്ച് സോഫ്റ്റ് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇത് റോ പവറാണ് വണ്ടി. നല്ല ഒരു വണ്ടി നമുക്ക് ഒത്തു കിട്ടി. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഒരു സിംഗിൾ ഓണർ വണ്ടി നമ്മൾ വാങ്ങി. അപ്പോൾ നേരത്തെ ബൈക്ക് കൊടുത്തപ്പോൾ തൊട്ടേ ഒരു 1.5 വർഷത്തെ അന്വേഷണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബൈക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് പിന്നീട് വേറെ വീഡിയോ ചെയ്യാം. പിന്നെ അറിയാമല്ലോ, നമ്മളൊരു ടെക്നിക്കൽ പേഴ്സൺ അല്ല, അതുകൊണ്ട് ഒത്തിരി ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. അറിയത്തില്ലാത്ത കാര്യം എന്തിനാണ് പറഞ്ഞ് കുളവാക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും തന്ന സപ്പോർട്ട് ഈ വീഡിയോയ്ക്കും തരിക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തലുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കണ്ട. അപ്പോൾ എല്ലാ വീഡിയോകളും പോലെ തന്നെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബൈക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ഏകദേശം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പഴയ ടയർ നമ്മൾ പാക്ക് ചെയ്ത് ബസ്സിലേക്ക് വിടാനായിട്ട് നോക്കുകയാണ്. അപ്പം പഴയ ടയറിന് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്കും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ബാക്ക് ടയർ നോക്കണ്ട, അത് പൂർണ്ണമായിട്ട് തീർന്നതാണ്. ഫ്രണ്ട് ടയർ ഒരു 70-80% ഉണ്ട്. അപ്പം താങ്ക് യു വെരി മച്ച്.